നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മരുമകനായി നാടിന്റെ കരുത്തുറ്റ നേതാവായി വാഴ്ത്തപ്പെടുന്ന മുഹമ്മദ് റിയാസിന്റെ പഴയ ചരിത്രം ഒന്ന് ചികഞ്ഞു നോക്കിയാൽ അന്തം വിട്ട് പണ്ടാരമടങ്ങിപ്പോകും. അത്രയ്ക്കും നല്ലൊരു ചരിത്രമാണ് മുഹമ്മദ് റിയാസ് എന്ന ടൂറിസം മന്ത്രിക്കുള്ളത്. റിയാസ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ തന്നെ പഴയ കേസും ചരിത്രവുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. റിയാസ് എന്ന നേതാവിനെ തന്റെ മകളുടെ ഭർത്താവായി സ്വീകരിക്കുമ്പോൾ പിണറായി വിജയൻ കണ്ട നല്ല സ്വഭാവം ചിലപ്പോൾ ഇതായിരിക്കാം. ഏതായിരിക്കാം എന്ന് നിങ്ങൾ ചോദിച്ചേക്കാം. ആദ്യ ഭാര്യയെ കഴുത്തിന് പിടിച്ച് ഭിത്തിയിൽ ചേർത്ത് വെച്ച് പണവും സ്വർണവും ചോദിച്ച റിയാസ് എന്ന ക്രൂരനായ മനുഷ്യന്റെ സ്വഭാവം. പിണറായിക്ക് വേണ്ടതും അങ്ങനെയൊരു അക്രമവാസനയുള്ള മരുമകനെ തന്നെയായിരുന്നു. അല്ലാതെ എന്തു പറയാൻ. റിയാസിന്റെ മുൻ ഭാര്യയുടെ പരാതിയാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. റിയാസിന്റെ ആദ്യ ഭാര്യയ്ക്ക് അനുഭവിക്കേണ്ടി വന്ന ക്രൂരമായ പീഡനം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ചർച്ചയായതാണ്. 2015 ഈ കേസ് നടക്കുന്നത്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയാണ് റിയാസ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലേക്കും തുടർന്ന് 2009 കോഴിക്കോട് മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിലേക്കും മത്സരിച്ചു. പിന്നീട് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റായി സ്ഥാനമേൽക്കുന്നു. റിട്ടയർഡ് SP അബ്ദുൽ ഖാദറിന്റെ മകൻ എന്ന ഹുങ്ക് എന്നും റിയാസിന് ഉണ്ടായിരുന്നു. പിന്നീട് മുൻ ഭാര്യയും ഡോക്ടറുമായ സമീഹ സെയ്തലവിയാണ് ഗാർഹിക പീഡനത്തിന് റിയാസിനെതിരെ കേസ് കൊടുക്കുന്നത്. ഈ പരാതി സ്വീകരിച്ച കോഴിക്കോട് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി ജഡ്ജി MN സാബു റിയാസിന് നോട്ടീസ് അയച്ചു. ഭർത്താവിൽ നിന്നും നിരന്തരമായ പീഡനം ഏറ്റുവാങ്ങുന്നുവെന്നും മക്കളുടെ ചിലവോ കാര്യങ്ങളോ പോലും നോക്കുന്നില്ല എന്നും പരാതിയിൽ ഇവർ വ്യക്തമാക്കിയിരുന്നു. ഒരുപാട് സഹിച്ചതിനു ശേഷമാണ് സമീഹ കോടതിയിൽ അഭയം തേടിയത്. തന്നെ ഭീഷണിപ്പെടുത്തിയതായും മർദ്ദിക്കുന്നതായും പരാതിയിൽ ഇവർ പറയുന്നു. തനിക്ക് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് വരെ ആ സ്ത്രീ ആവശ്യപ്പെട്ടു. സമീഹയുടെ ആവശ്യം കോടതി അംഗീകരിക്കുകയും ആവശ്യമുള്ളപ്പോൾ പോലീസ് സുരക്ഷ നൽകാമെന്നും പറയുകയുണ്ടായി. റിയാസ് മുഹമ്മദ് എന്ന നേതാവിൽ നിന്നും ഭീഷണിയുണ്ട് എന്നും തനിക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും ഒരു സ്ത്രീ പറയുമ്പോൾ കാര്യങ്ങളുടെ സ്ഥിതി എവിടെ വരെയാണ് എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. 2004 മുതലാണ് റിയാസിൽ നിന്നും മർദ്ദനമേൽക്കുന്നത്. ഇടയ്ക്കിടെ ചുമരിൽ പിടിച്ചു നിർത്തി മർദ്ദിക്കും. മർദ്ദനമേറ്റ് മൂത്ര തടസ്സം വരെ ഉണ്ടായി എന്നും പരാതിയിൽ പറഞ്ഞിരുന്നു. കൂടാതെ സമീഹയുടെ സ്വർണം മുഴുവൻ റിയാസ് കൈക്കലാക്കുകയും ചെയ്തു. 50 രൂപ നൽകിയാൽ പാളയത്ത് പെണ്ണുങ്ങളെ കിട്ടും എന്ന് വരെ ആക്ഷേപിച്ചുവെന്നും ഇതിൽ പറയുന്നുണ്ട്. ഒഴിഞ്ഞു പോകാനാണ് റിയാസ് തന്നോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ആത്മഹത്യ ചെയ്യാൻ വരെ തോന്നിയെന്നും സമീഹ അന്ന് പറഞ്ഞിരുന്നു. ഇതുകൊണ്ടൊന്നും തീർന്നില്ല റിയാസിന്റെ അക്രമവാസനകൾ. ഇത് പിന്നീടും തുടർന്നുകൊണ്ടേയിരുന്നു. ഒട്ടേറെ കേസുകളും റിയാസിന് ജയിലിൽ കിടക്കേണ്ടി വന്നതുമൊക്കെ കേരളക്കര കണ്ടതുമാണ്. എന്തായാലും പിണറായി വിജയന്റെ നല്ലൊരു മരുമകനെ തന്നെയാണ് ഈ അർത്ഥത്തിൽ ലഭിച്ചിരിക്കുന്നത്. അതിലൊരു സംശയവുമില്ല. ഇപ്പോൾ രാഹുൽ മാങ്കുടത്തിൽ വിഷയത്തിൽ പലരും ഉറഞ്ഞു തുള്ളുമ്പോഴും മുഹമ്മദ് റിയാസ് മാത്രം ഈ വിഷയത്തിൽ ഒരു വാക്ക് പോലും മിണ്ടാതെ ക്ഷമയോടെ ഇരിക്കുന്നതും തന്റെ പഴയ കാലം ഓർമ്മകളിൽ ഉള്ളത് കൊണ്ട് തന്നെയാവണം. പോലീസ് കമ്മീഷണറായി വിരമിച്ച PM അബ്ദുൽ ഖാദറിന്റെയും ആയിഷ ബീവിയുടെയും മകനായ മുഹമ്മദ് റിയാസ് വിദ്യാഭ്യാസ കാലയളവിൽ തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ആളാണ്. 6ാം ക്ലാസ്സിൽ വെച്ചാണ് SFIയിൽ അംഗമായത്. ബിരുദത്തിന് ശേഷം കോഴിക്കോട് ലോ കോളേജിൽ നിന്നും LLB, DYFI യൂണിറ്റ് സെക്രട്ടറിയായി തുടങ്ങിയ റിയാസ് ജില്ലാ, സംസ്ഥാന, ദേശീയ ഭാരവാഹിത്വവും വഹിച്ചു. 2017 മുതൽ ദേശീയ പ്രസിഡന്റ്, 2018 തൃശൂർ സമ്മേളനത്തിലെ CPM സംസ്ഥാന സമിതിയിലും എത്തി. ഒടുക്കം സമീഹയുമായുള്ള വിവാഹം, അതിനുശേഷമുള്ള നിരന്തരമായ പീഡനം, കേസ്, അങ്ങനെ മുഖ്യമന്ത്രി പുത്രി വീണ വിജയൻ ജീവിത സഖിയായി എത്തിയതോടുകൂടി റിയാസിന്റെ ശുക്രൻ തെളിഞ്ഞു. സ്ത്രീധനമായി കേരളത്തിന്റെ മന്ത്രി കസേര തന്നെ റിയാസിന് സ്വന്തമായി. അവിടെ നിന്നിങ്ങോട്ട് പിണറായി വിജയന്റെ തിരുട്ട് കുടുംബത്തിന്റെ ലക്ഷണമൊത്ത മരുമകനാണ് റിയാസ്.